പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ആദരണീയരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വാഗതം ആശംസിക്കുന്നതിനായി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഷാജി ആമ്പക്കണ്ടത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഷാജി ഏണക്കാടച്ച, കുര്യൻ അച്ച, വേദിയിൽ സദസ്സിലിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ ആത്മീയമായി ശാരീരികമായി ഭൗതികമായി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഇടവകയുടെ ഈ ദിനത്തിൽ നമ്മളുടെ മക്കളുടെ കുറച്ച് കലാപരിപാടികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ നിന്ന് 25ഉം 50ഉം വിവാഹ വാർഷികം ആചരിക്കുന്നവരെ ആദരിക്കുക, നമ്മുടെ മക്കൾ തന്നെ പഠനത്തിലും ഇതര മേഖലകളിലും അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചതിനുള്ളൊരു ചെറിയ ആദരവ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കൂടുതലായി നീട്ടുന്നില്ല, കാരണം ബഹുമാനപ്പെട്ട അച്ഛന്മാരത് പറയും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണാനും എല്ലാം ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ, ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെക്കറിയാം, നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലമായ മുഹമ്മയിൽ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മദർ തെരേസ സ്കൂളിൻ്റെ മാനേജറായ ഷാജി ഏണക്കാടച്ചനാണ്. അച്ഛൻ ധാരാളം തിരക്കുകളുള്ള വ്യക്തിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഇന്നിപ്പം വിശുദ്ധ കുർബാനയോടൊപ്പം നമ്മുടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ അച്ഛൻ നമ്മളോടൊപ്പം നിൽക്കുന്നു. നമുക്ക് വേണ്ടി നല്ലൊരു സന്ദേശം അച്ഛൻ ഇനിയും നൽകാനുണ്ട്. അപ്പോൾ അച്ഛന് ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഇടവ സമൂഹത്തിൻ്റെ പേരുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമ്മളെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുര്യൻ ഇളംകുളം അച്ഛന് നമ്മുടെ ഇടവ സമൂഹത്തിൻ്റെ പേരുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാംസിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന 2 കൈക്കാരന്മാരുണ്ട്, ലാലിമോനും ക്രിസ്റ്റോയും. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ലാലിമോന് പ്രത്യേകമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നമുക്ക് ഈ വേദിയിൽ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ഓരോ വ്യക്തികളുണ്ട്, ആദരം ഏറ്റുവാങ്ങാനുള്ളവരുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണുക എന്നുള്ള ആസ്വദിക്കാനുള്ള ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഈ സന്നിധിയിലുള്ള നമ്മുടെ ഇടവയിൽ വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ
സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷാജി സാർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വികാരി കുര്യൻ ഇളംകുളം അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടവക ദിനം സന്തോഷകരമായ ഒരവസരമാണ്. എല്ലാവരും ഒന്നിച്ചു കൂടുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമായ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവിനായിട്ട് സമർപ്പിക്കാനും ആ വലിയ സന്തോഷത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് ഇന്നത്തെ കലാവിരുതുകളൊക്കെ ആസ്വദിക്കുവാനും ഒക്കെ ആയിട്ടുള്ള അവസരം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. കുട്ടികളെ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി അവരുടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കലാപരിപാടികളൊക്കെ പരിശീലിക്കുവാനായിട്ടും അതൊക്കെ നിങ്ങളുടെ മുമ്പിലെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും സന്തോഷിക്കുന്നൊരവസരം. അതുപോലെ തന്നെയാണ് നിങ്ങളുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളെ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഒക്കെ കഴിയുമ്പോഴേ മാതാപിതാക്കളും തീർച്ചയായിട്ടും സന്തോഷത്തിലാണ്. അങ്ങനെ ഇതെല്ലാം നോക്കുമ്പോഴേ ഇത് വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ മണിക്കൂറുകളെ നമുക്കെല്ലാവർക്കും സന്തോഷകരമായിരിക്കുവാനും അതോടൊപ്പം തന്നെ കർത്താവ് വിഭാവനം ചെയ്ത ആ സഭ ആയി തീർന്നുകൊണ്ട് ഇടവക ദിനം സന്തോഷത്തിൽ ചിലവഴിക്കുവാനായിട്ട് അത് നമ്മുടെ വരാൻ പോകുന്ന ക്രിസ്മസ് ആഘോഷത്തിനും അടുത്ത കൊല്ലം നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന സാമുദായിക ശക്തീകരണ വർഷത്തിലും ഒക്കെ സഹായകരമായിട്ട് മുതൽക്കൂട്ടായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷകരമായ സമയം ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി അച്ഛ. ഈ ഇടവക ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി മുഹമ്മ മദർ തെരേസ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ഷാജി എണക്കാട് CMIയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ പ്രായമായതിൻ്റെ ലക്ഷണമാണ്. പറയാനൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി സംസാരിക്കണമെന്ന് ഞാൻ ഓർത്തിരുന്നതാണ്. ഷാജി അച്ഛനെ നമ്മുടെ അതിരൂപതാംഗമാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്ന വഴിക്ക് നമുക്കൊരു ഫൊറോനയുണ്ട്, ആയൂരെന്ന് പറയും. ആയൂര് ഫൊറോന ഇടവകാംഗമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു അതിരൂപത അംഗമായ അച്ഛൻ തന്നെ നമുക്ക് വരിക എന്നുള്ളത്. മറ്റൊരു കാര്യം, അച്ഛനെ വളരെ വർഷങ്ങളായിട്ട് സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കളെക്കാളൊക്കെ കൂടുതലായിട്ട് കുട്ടികളെയൊക്കെ അറിയാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ്. അപ്പം അങ്ങനെയുള്ളൊരു മേഖലയിൽ നിന്നൊരാളെ നമുക്ക് ഈ സൺഡേ സ്കൂൾ വാർഷികവും ഇടവക ദിനമൊക്കെ ആഘോഷിക്കുന്ന അവസരത്തിൽ കിട്ടുക സന്തോഷകരമാണ്. അച്ഛനെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഡോക്ടർ ബിരുദം ഉള്ള വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ്. അച്ഛനെ മദർ തെരേസയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛനെ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കുകയും തീർച്ചയായിട്ടും കൊച്ചുങ്ങളോടും അവരുടെ ജീവിത സാഹചര്യങ്ങളോടും ഒക്കെ വർഷങ്ങളായുള്ള പരിചയമുള്ള അച്ഛനെ നമ്മളോട് തീർച്ചയായിട്ടും പറയുവാനായിട്ടുണ്ട്. ഇന്നത്തെ ദീപിക എല്ലാവരും ഒന്ന് ഒരാവർത്തി കൂടി വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കൗമാരക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും എയ്ഡ്സ്, HIV രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളെല്ലാം ഇന്നത്തെ ദീപികയിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ നമുക്ക് സ്കൂളിൻ്റെയും കുടുംബങ്ങളുടെയും കുട്ടികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ ഇടവക ദിനത്തിന് നമ്മളോട് സംസാരിക്കുവാൻ അച്ഛനെ കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അച്ഛനെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധാപൂർവ്വം കേൾക്കാം. നമ്മുടെ ഇടവകയുടെ ഏറ്റവും ബഹുമാനായ വികാരി അച്ഛൻ കുര്യനച്ഛൻ, കൈക്കാരന്മാർ, ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട മണ്ണഞ്ചേരി ഇടവകാംഗങ്ങളെ, എനിക്ക് തോന്നുന്നു
പെരുന്നാളായതുകൊണ്ട് മറ്റിടവകളിലും ബന്ധുക്കാരായിട്ടുള്ളവരൊക്കെ ചിലപ്പം കാണും. അപ്പം എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി തിരുനാളിൻ്റെയും ഇടവക ദിനത്തിൻ്റെയും സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെയും ഒക്കെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഗൗരവം കൂടുതലുള്ള ഇടവകക്കാരാണെന്ന് തോന്നുന്നു. ആരും ചിരിക്കുന്നില്ല, എല്ലാവരും ഭയങ്കര ഗൗരവമായിട്ടിരിക്കുക. ഒന്ന് ചിരിച്ചോ ചുമ്മാ. പള്ളി ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ, എല്ലാവരും പ്രസംഗമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഗൗരവമാണ് മുഖത്ത്. ജീവിതഭാരം കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ? കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് സൺഡേ സ്കൂളിൻ്റെ വാർഷികമാണ്, കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ പറയണം, മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയണം എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒന്നാമത്തെ കാരണം മുന്നേ 2 കുട്ടികളെ കാണുന്നുള്ളൂ. കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കുട്ടികൾ ആരും ഇവിടെ ഇല്ല. എന്നാലും എൻ്റെ 1-2 അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കുകയാണ്. എൻ്റേത് ഇതുപോലെ തന്നെ ഒരു ചെറിയ ഇടവകയാണ്, 104-105 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ഫൊറോനപ്പള്ളിയൊക്കെയാണ്. ആയൂർ അതൊരു മിഷൻ ഏരിയ ആണ്. ആ ഫൊറോന 23 പള്ളികളുണ്ട്, പക്ഷെ എല്ലാം ചെറിയ പള്ളികൾ. 50 വീട്ടുകാർ, 100 വീട്ടുകാർ, ഏറ്റവും കൂടുതലുള്ള 270 വീട്ടുകാരാണ്. ആര്യങ്കാവ് എന്ന് പറയും. അപ്പോൾ ആ ഏരിയയിലാണ്. എൻ്റെ ഒറിജിനൽ വീട് പൊൻകുന്നമാണ്, പാലായാണ്. ഞങ്ങൾ വല്യപ്പന്മാരുടെ കാലത്തൊക്കെ അവിടെ പോയി താമസിച്ച് അങ്ങനെ അവിടെയുള്ളവരെല്ലാം വടക്ക് നിന്നൊക്കെ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയത് എൻ്റെ ഇടവകയിലെ പണ്ട് കൊച്ചായിരുന്നപ്പോഴുള്ള വാർഷിക ആഘോഷത്തെക്കുറിച്ച് തന്നെ ഓർത്ത് പോയത്. ഇതുപോലെ കൊച്ചു സ്റ്റേജൊക്കെ കെട്ടിയാണ് ആഘോഷിക്കുന്നത്. ഈ 105 വീട്ടുകാരെ ഉള്ളത് കൊണ്ട് കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ട്. ഒന്നാമത് എല്ലാവരും തമ്മിൽ പരസ്പരം അറിയാൻ കുറച്ച് പേരേ ഉള്ളൂ. രണ്ടാമത് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടും വാർഷികത്തിൽ. കാരണം കുറച്ച് പേരെ മത്സരിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് സോപ്പ് പെട്ടിയൊക്കെ കിട്ടി ഓർക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വാർഷികത്തിൽ വികാരിയച്ഛൻ സമ്മാനമൊക്കെ തന്ന് ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് പങ്കുവയ്ച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സങ്കടം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മുഹമ്മ ഫൊറോനയിലെ വേറെ എല്ലാ പള്ളികളിലും പോയിട്ടുണ്ട്. ഇവിടെ മാത്രം ആദ്യമായിട്ടാണ് വരുന്നത്. ബാക്കി നമ്മുടെ പാതുകാപുരമുണ്ട്, ചാരമംഗലമുണ്ട്, SL പുരമുണ്ട്, മുഹമ്മ ഫൊറോന പള്ളിയുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കെല്ലാം അവിടെ എല്ലാം പോകേണ്ടി വന്നിട്ടുണ്ട്, കുർബാന എല്ലാം പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ചെല്ലുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ ഓടി എൻ്റെ അടുത്ത് വരും. കാരണം ഞാനൊന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഷാജി അച്ഛ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന ആ സന്തോഷം, അൾത്താര ബാലന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരാൾ പോലും ഓടി വന്നില്ല. ഇതിനേക്കാൾ കൊച്ചു ഇടവകളുണ്ട്. SL പുരമൊക്കെ എനിക്ക് തോന്നുന്നു 100 താഴെ വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അവിടെ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇവിടെ ഇരിപ്പുണ്ട്, ടോണി ഓടി വന്നു കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയൂരാണ് എൻ്റെ ഇടവകയെന്ന് പറഞ്ഞു. എൻ്റെ വീടിനടുത്ത് തന്നെ സ്കൂളുണ്ട്, അത് മറ്റൊരു സമുദായത്തിൻ്റെ സ്കൂളാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അവിടെ എന്നെ വിട്ടില്ല. 2.5-3 കിലോമീറ്റർ അകലെയുള്ള പള്ളിയുടെ സ്കൂളിലാണ്. അതായത് അവിടെ ലാറ്റിൻ പള്ളിയാണ് സ്കൂളുള്ളത്. നമ്മുടെ സീറോ മലബാർ പള്ളിക്ക് സ്കൂളില്ല. അതുകൊണ്ട് ലാറ്റിൻ പള്ളിയുടെ സ്കൂളിൽ അവിടെ കൊണ്ടുവിട്ടു. 1-ാം ക്ലാസ് തൊട്ട് അവിടെ പഠിപ്പിച്ചത്. 4-ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ അനിയന് 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സൈക്കിളിൻ്റെ മുന്നിൽ 2 കൊച്ചു സീറ്റ്, ആ പടിയുണ്ടല്ലോ, വെച്ചിട്ട് അതിലിരുത്തും ഞങ്ങൾ 2 പേരെയും. 4-ാം ക്ലാസ് വരെ രാവിലെ എൻ്റെ ഫാദർ, ഡാഡി എന്നാണ് വിളിക്കുന്നത്, ഡാഡി എന്നെ ഞങ്ങളെ കൊണ്ടുവിടുന്നു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം 5-ാം ക്ലാസ് തൊട്ട് അനിയൻ 4-ലാണ്, ഞാൻ 5-ലാണ്. ഈ 2.5-3 കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് വർഷം മുഴുവൻ പോയി പഠിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അഭിമാനത്തോടെ എൻ്റെ മാതാപിതാക്കളെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അത് പറയാനുള്ളൊരു കാരണം, നമ്മുടെ സ്കൂളുകൾ ഇവിടെ ഉണ്ട്. ഒരു കുട്ടി പോലും ഓടി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, ഇനി ഫീസ് കൊടുക്കാതെ പഠിക്കേണ്ടവർക്ക് അങ്ങനെയുള്ള സ്കൂൾ നമുക്ക് മുഹമ്മയിലുണ്ട്. മദർ തെരേസ സ്കൂള്, എയ്ഡഡ് സ്കൂളുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടുത്തെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററാണ്. അതോടൊപ്പം തന്നെ 10-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ചാർജുള്ള ക്ലാസ് ടീച്ചർ കൂടിയാണ്. 10, 9, 8 പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തുള്ള ഇടവകളിലെ എല്ലാ കുട്ടികളും കുറേ പേരൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവരെ നമുക്കൊത്തിരി സന്തോഷമുണ്ട് കാണുമ്പം. നമുക്ക് നമ്മൾ വർഗീയത പറയുകയൊന്നുമല്ല, പക്ഷേ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പിള്ളേരെ വിടണം, അതെന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റ് പല സ്കൂളുകളിലും കിട്ടാത്ത പലതും ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളിൽ നമ്മുടെ കുട്ടികളെ വിട്ടാൽ കിട്ടും. അഡ്മിഷൻ പിടിക്കുകയല്ല കേട്ടോ, അഡ്മിഷൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഇപ്രാവശ്യം 8-ാം ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സുകളേ ഉള്ളൂ എയ്ഡഡ് സ്കൂള്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നഴ്സറി തൊട്ട് +2 വരെയുണ്ട്.
8ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം നമ്മൾ 5 ഡിവിഷനും കഴിഞ്ഞിട്ട് കൂടുതൽ കുട്ടികൾ വന്നിട്ട് മെയ് 20-ാം തീയതി ആയപ്പോൾ അഡ്മിഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അത്രത്തോളം കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ മറ്റ് സമുദായക്കാരെല്ലാം ഇഷ്ടംപോലെ കടന്നു അവരുടെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് അഡ്മിഷൻ പിടിക്കുമൊന്നുമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ഫോർമേഷൻ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ചിലർക്ക് മാതാപിതാക്കൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഒന്നാമത് തന്നെ നമ്മൾ ആ സ്കൂളിൻ്റെ അടുത്തേക്ക് കയറുമ്പോഴേ കൈ പിടിച്ച് നിൽക്കുന്ന തിരുഹൃദയത്തിൻ്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ടാണ് എല്ലാ കുട്ടികളും അങ്ങോട്ട് കയറുന്നത്. വരുമ്പോഴേ ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ അങ്ങോട്ട് കയറുന്നത്. ഒന്നാമത്തെ കാര്യം തന്നെ. അതുപോലെ ഏത് ക്ലാസ്സിലിരുന്ന് പഠിച്ചാലും എല്ലാ ക്ലാസ്സിൻ്റെയും മുൻപിൽ കുട്ടികൾ കാണുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമാണ് എല്ലാ ക്ലാസ്സിലും, ഏത് മതമാണ് ജാതിയാണെങ്കിലും. അപ്പം അങ്ങനെ ഒരു ക്ലാസ്സിലാണ് അവർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക. അതുകൂടാതെ അവർക്ക് എല്ലാ മാസവും നമ്മൾ കുർബാന കൊടുക്കുന്നുണ്ട്, കുമ്പസാരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്, എല്ലാ വർഷവും ധ്യാനമുണ്ട്, എല്ലാ ആഴ്ചയും അവർക്ക് മോറൽ ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും അധികം, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനമാണ്. അത് പലരും ഉണ്ട്, കൗൺസിലിംഗ് പഠിച്ച പലരും ഉണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിൽ കൗൺസിലിങ്ങിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൗൺസിലിംഗ് പഠിച്ച സിസ്റ്റേഴ്സിനെയാണ്. അപ്പോൾ അവർ ഒത്തിരി കുട്ടികൾ അവിടെ ചെന്ന് ആശ്വാസം പ്രാപിക്കുക, നമ്മുടെ മാതാപിതാക്കളോട് അധ്യാപകരോട് ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പങ്കുവെച്ച് വളരെ കണ്ണീരോടുകൂടി പുറത്തേക്ക് വരും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അവർ പഠിപ്പിക്കുന്നത് സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, അച്ഛന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാരെ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ വേറെ അച്ഛന്മാരും ഉണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അഡ്മിഷന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുട്ടികളെ നമ്മുടെ ക്രൈസ്തവ ഫോർമേഷനിൽ വിടണം എന്നുള്ളത് വളരെ കാര്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അവർ വളരെ ത്യാഗം സഹിച്ച് വളരെ ദൂരെ, എൻ്റെ ഫാദർ റബ്ബർ വെട്ടുകാരനാണ്, റബ്ബർ വെട്ടുന്നുണ്ട്, സ്വന്തമായിട്ട് റബ്ബർ വെട്ടുന്നുണ്ട്, മറ്റുള്ളവർ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് റബ്ബറെല്ലാം വെട്ടിക്കൊടുത്തതിന് അതിനെല്ലാം ശേഷം ഞങ്ങളെ 2 പേരെ ആയിട്ട് സ്കൂളിലേക്ക് 9 മണിയാകുമ്പോൾ പോകും. അത്ര ദൂരെ തൊട്ടടുത്ത സ്കൂളുണ്ട്, അത് വിടാതെ ദൂരെ പോയി പഠിപ്പിച്ചു എന്നുള്ളത് ഞാൻ ഒത്തിരി നന്ദിയോടെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ മാതാപിതാക്കളെ ഓർക്കുകയാണ്, സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സാധിക്കുന്നത്, കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അഡ്മിഷൻ്റെ ക്ലോസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടികൾ നേരത്തെ കൊണ്ടുവന്നെങ്കിലേ നമുക്ക് അഡ്മിഷൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പറ്റുന്നവർ അങ്ങനെ വിടുക, അല്ലെങ്കിലും ഫീസ് പഠിപ്പിക്കാതെ മലയാളം മീഡിയത്തിൽ എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഫോർമേഷൻ സ്വീകരിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വിടുന്ന കാര്യം പ്രത്യേകം ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുട്ടിയോട് പറയാനായിട്ട് ഉദ്ദേശിച്ച 1-2 കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാനിപ്പം അത് പറയുന്നില്ല. കാരണം നമ്മുടെ സ്നാപക യോഹന്നാൻ എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ ശാപം മാറ്റിയ ആളാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടിയോടൊന്ന് പറയാനായിട്ട് മാതാപിതാക്കൾക്ക് സന്തോഷവും ശാപമോക്ഷവും പകർന്നു നൽകുന്നവരാകണമെന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല, കാരണം കുട്ടികൾ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. മാതാപിതാക്കൾക്കുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൗമാരപ്രായക്കാരായ കുട്ടികളോടുള്ള ആ ഇടപെടുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്ന, അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രത്യേകത, ചിലർ പറയുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടാൻ, 10 നല്ല മാർക്ക് കിട്ടാനായിട്ടാണ് ഞാൻ എന്നെ സ്കൂളിൽ വിടുന്നതെന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. നമ്മുടെ മദർ തെരേസ സ്കൂളാണ് എയ്ഡഡ് സ്കൂള്. അവിടെ ഈ കഴിഞ്ഞ വർഷം SLC എഴുതിയ കുട്ടികളിൽ 4-1 പേർക്കും ഫുൾ A+ കിട്ടി. ചെറിയ റിസൾട്ടാണോ? എഴുതിയതിൻ്റെ 4-1 പേർക്കും ഫുൾ A+ കിട്ടും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കുന്നില്ല, നല്ല ഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാപരിപാടികൾക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ കുട്ടികളിലെ സ്റ്റേറ്റ് ലെവലിൽ അവരെ ഇംഗ്ലീഷിൻ്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു, റോൾ പ്ലേ എന്ന് പറയും. അപ്പോൾ അതിന് ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ ചാരമംഗലം ഇടവകയിൽ 2 കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാ ലെവലിലും നമുക്ക് സാധിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് വിശ്വാസത്തിൻ്റെ ഫോർമേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ഇനി 1-2 കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുട്ടികളെ ദൈവ സാന്നിധ്യ അവബോധത്തിൽ വളർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നടന്നോളും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് സുഹൃതജപങ്ങളൊക്കെ ചൊല്ലി തരുമായിരുന്നു അല്ലേ, ഈശോ അല്ലെ തിരുഹൃദയത്തെക്കുറിച്ചുള്ളാലും ഈശോ മറിയ ഔസേപ്പ് ഞങ്ങൾ കൂട്ടായിരിക്കണം അങ്ങനെയുള്ള. ഇപ്പം അതൊന്നും ഇല്ല.
അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അവർക്കൊരു ദൈവസാന്നിധ്യ അവബോധമുണ്ടാകും. അവർ നമ്മൾ എവിടെയാണേലും, വീട്ടിലാണേലും സ്കൂളിലാണേലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു അവബോധത്തിലേക്ക് കുട്ടികളെ വളർത്തുക. അതിൻ്റെ പ്രാധാന്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവബോധമുള്ള കുട്ടികൾക്ക് ഒരു തെറ്റിൻ്റെ മാർഗത്തിലൂടെ ഒരിക്കലും പോകാൻ സാധിക്കുകയില്ല. എന്താ ദൈവസാന്നിധ്യ അവബോധം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. കൊച്ചു കുട്ടികളുള്ള അല്ലെങ്കിൽ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുള്ളൊരമ്മ, അപ്പോൾ ആ അമ്മ അടുക്കളയിൽ പല ജോലികൾ ചെയ്യുന്നുണ്ടാകാം. തൊട്ടിലിൽ അടുത്ത മുറിയിലായിരിക്കാം കുട്ടി കിടക്കുന്നത്. പക്ഷേ ആ കുട്ടിയെക്കുറിച്ചുള്ളൊരു അവബോധം, ഒരു അനുസ്മരണം എപ്പോഴും അമ്മയ്ക്കുണ്ട്, ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആരേക്കാളും. അപ്പോൾ ആ കുഞ്ഞൊന്ന് ഞരങ്ങിയാൽ ബാക്കിയുള്ളവർ ചിലപ്പം കേട്ടെന്നിരിക്കുകയില്ല. അതിനേക്കാൾ അകലെ നിൽക്കുന്ന അമ്മ ചിലപ്പം കേൾക്കും. എന്തിനാണ് ഞരങ്ങിയത്? ഭക്ഷണം കഴിക്കാനാണോ അല്ലെ ടോയ്ലറ്റിൽ പോകാനാണോ ഒക്കെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ആ അവബോധമാണ് അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ദൈവ സാന്നിധ്യ അവബോധം നാം എവിടെയൊക്കെ ആകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്താകട്ടെ, പഠനസ്ഥലത്താകട്ടെ, കുട്ടികൾക്ക് കൊടുക്കാവുന്നത് ഈ സുഹൃദീപങ്ങളിലൂടെയൊക്കെയുള്ള ആ ദൈവ സാന്നിധ്യ അവബോധമാണ്. ആ ബോധം ദൈവമുണ്ട്, എൻ്റെ ചുറ്റുമുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ അവർ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ ഇടപെടുമ്പോൾ അവർ പറയുന്നൊരു വാചകമുണ്ട്. ഞങ്ങളൊത്തിരി ഉറങ്ങാൻ ശ്രമിക്കുന്നവരൊക്കെ ഒന്ന് ഉണർന്ന് കേൾക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. അതായത് ഞങ്ങളുടെ കാലത്ത് മാതാപിതാക്കൾ പറയുന്നതാണ് കേട്ടോ. പല സൗകര്യങ്ങളും ലഭിച്ചിട്ടില്ല, ഒരൊറ്റ ഉടുപ്പൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർ ചോദിക്കുന്ന എല്ലാം ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടും കൊടുക്കും. അവരൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് വളർത്തുന്നത്. എന്നിട്ട് അവന് പഠിച്ചാൽ മാത്രം മതി, എന്നിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്ന മാതാപിതാക്കളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, അത് തന്നെയാണ് അവൻ പഠിക്കാത്തതിന് കാരണം. ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ അവനെ വളർത്തുന്നു. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മളങ്ങനെ ബുദ്ധിമുട്ട് അറിയാതെ ഒന്നുമല്ല വന്നത്. അടുക്കളയിൽ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് ചായ ഇടാൻ പോലും അറിയത്തില്ല, പെൺകുട്ടികൾ പ്രത്യേകിച്ചും. അപ്പോൾ അവരെ അതൊന്നും വേണ്ട, നിങ്ങൾ പഠിച്ചോ, അതെല്ലാം ഞാൻ ചെയ്തോളാം, എല്ലാം കൈ കൊണ്ട് തന്നോളാം എന്ന് പറഞ്ഞാണ് അവരെ വളർത്തുന്നത്. വളരുകയില്ല. അപ്പം അതല്ല, ഇപ്പം നമ്മുടെ അനുഭവത്തിൽ നമ്മളത് അറിഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് പകർന്നു കൊടുക്കേണ്ടത്, നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നോ ആ ബുദ്ധിമുട്ടുകളിലൂടെ അവരെ കടത്തി വിടണമെന്നല്ല, ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ബോധ്യം കൊടുത്തേ പറ്റൂ. നമ്മളെന്തെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ അവർക്കൊരു ഉടുപ്പ് മേടിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്, എങ്ങനെയാണ് പൈസ സ്വരുക്കൂട്ടി വയ്ക്കുന്നതൊക്കെ കുട്ടികൾ കൃത്യം അറിയണം. ഓക്കെ, ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഇപ്പം എൻ്റെ അനിയൻ്റെ മകള് മാന്നാനത്താണ് പഠിക്കുന്നത്, +1 അപ്പം ഞങ്ങളുടെ വീട് അകലെ ആയതുകൊണ്ട് കൊച്ചിനെന്തോ ഷോപ്പിംഗ് ആവശ്യമുണ്ട്. അപ്പം അനിയൻ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാനിന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഞാൻ അവളെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയി. ലുലു മാളുണ്ട് കോട്ടയത്ത്, അവിടെയാണ് പോയത്. അപ്പം കൊച്ച് നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു സാധനം എടുത്ത് അതിൻ്റെ വിലയൊക്കെ നോക്കി വേണം, അതല്ല അതിനെന്താ ആവശ്യമുണ്ടെന്ന് ചുമ്മാ വാരി ഇടുക ചോദിച്ചാൽ അത് കുട്ടിക്ക് അതിൻ്റെ വിഷമം അറിയുന്നില്ല, എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്, അല്ല എന്ത് കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അതുപോലെ പലപ്പോഴും നമ്മൾ എൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെ കാര്യം തന്നെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെയല്ല, കുട്ടിക്ക് ആ സങ്കടം അല്ലെ ആ ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തി തന്നെ വളർത്തണം. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചിലപ്പോഴും പറ്റിപ്പോകാറുള്ളതാണ്, ഞാൻ ചിന്തിക്കുന്നത് പോലെ കുട്ടി, എൻ്റെ മക്കൾ ചിന്തിക്കണം എന്നുള്ള വിചാരം, അല്ല ഞാൻ വളർന്നതുപോലെ കുട്ടി വളരണം. ചിലപ്പോൾ അത് തെറ്റിപ്പോകാറുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ ചിലപ്പം എന്തെങ്കിലും ശിക്ഷ ചെയ്തപ്പോൾ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുടെ കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി തെറ്റൊക്കെ ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അടുത്ത മരത്തിലൊക്കെ കെട്ടിയിട്ട് നല്ല തല്ലൊക്കെ കെട്ടി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അന്നത്തതുപോലെ എൻ്റെ കൊച്ചിനെ ഞാൻ മരത്തിൽ കെട്ടിയിട്ട് തല്ലുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പരാജയപ്പെടുന്നിരിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ കാലത്ത് ഇന്നത്തേക്കാൾ അധികമായിട്ട് കൂടുതൽ മക്കളുണ്ടായിരുന്നു, സുഹൃത്തുക്കൾ കൂടുതലുണ്ടായിരുന്നു. 2 തല്ല് കിട്ടിയാലും അവരുടെ കൂടെ ഒന്ന് പോയി കളിച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്നു പോകും. എന്നാൽ ഇന്ന് 1 അല്ലെങ്കിൽ 2 കുട്ടികളേ ഉള്ളൂ. ചിലപ്പോൾ അയൽപക്കത്തെ കുട്ടിയെ പോലും അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്നെ അച്ഛൻ സ്നേഹിക്കുന്നില്ല, അമ്മ സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് ആ അണുകുടുംബമായതുകൊണ്ട് കുട്ടി വളരാൻ സാധ്യതയുണ്ട്. ഇനി കുട്ടിയെ ശിക്ഷിക്കണം, തീർച്ചയായിട്ടും ശിക്ഷിച്ച് തന്നെ വളർത്തണം. ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിന് മുൻപായിട്ട് കുട്ടിക്ക് ബോധ്യമാകണം എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നതെന്ന്. പലപ്പോഴും ആ കുട്ടിക്ക് ബോധ്യപ്പെടാതെയുള്ള ശിക്ഷകളാണ് അവരെ പല ആത്മഹത്യാ ചിന്തകളിലേക്കൊക്കെ വളർത്തുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് ബോധ്യമായതിന് ശേഷം മാത്രമേ കുട്ടിയെ ശിക്ഷിക്കാവുള്ളൂ എന്ന കാര്യം ഒന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി 1-2 കാര്യം. പലപ്പോഴും നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നില്ല, നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾ വിലമതിക്കുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യം തന്നെയാണ്.
അമ്മയും അപ്പനും തമ്മിൽ നല്ല ബന്ധമുണ്ട്, നല്ല സ്നേഹമുണ്ട്. ഉണ്ടായാൽ പോലെ ആ സ്നേഹപ്രകടനങ്ങൾ കൂടി ഉണ്ടാകണം. സ്നേഹപ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ വേറെ സ്നേഹത്തിന് വേണ്ടി പോവുകയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പലപ്പോഴും ജോലിയായിരിക്കും, അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ കുട്ടികൾക്ക് കൊടുക്കാൻ സമയം പലപ്പോഴും കാണുകയില്ല. അവർ ചിന്തിക്കുന്നത് കുട്ടിക്ക് ആവശ്യമായതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, പണം കൊടുക്കുന്നുണ്ട്, സൗകര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടോ, കുട്ടിക്ക് സമയം കൊടുക്കുന്നുണ്ടോ, കുട്ടിക്ക് ക്വാളിറ്റേറ്റീവ് ടൈം എന്നുണ്ട്. അപ്പോൾ അത് അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് വൈകുന്നേരം പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്. അപ്പോഴും മൊബൈൽ ഫോൺ അങ്ങനെയെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ 1 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ മോശമായി പോവുകയില്ല. ക്വാളിറ്റേറ്റീവ് ടൈം നമ്മുടെ കുട്ടികൾ കൊടുക്കുക. സൗകര്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്നേഹവും നമ്മുടെ അനുഭവങ്ങളും. നമ്മുടെ പരസ്പര സ്നേഹത്തിൻ്റെ അനുഭവം കുട്ടികൾ പകർന്നു കൊടുക്കുകയും സമയം പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇനി 3 തരത്തിലുള്ള പേരൻറ്റിങ് ഉണ്ട്, സാധാരണ പറയാറുണ്ട്. 3 തരത്തിൽ മക്കളെ നോക്കുന്ന അല്ലെങ്കിൽ ഫോർമേഷൻ കൊടുക്കുന്നതുണ്ട്. ഒന്നാമത്തത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്നാണ്. എന്ന് വെച്ചാൽ മക്കളെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തുന്ന പേരൻസ് ഉണ്ട്. പേരൻസ് പറയുന്നത് പോലെ തന്നെ, ഞാൻ പറയുന്ന പോലെ മാത്രം നടക്കണം, ഞാൻ പറയുന്ന മാത്രം ചിന്തിക്കണം, ഞാൻ പറയുന്ന പോലെ മാത്രമേ പെരുമാറാവുള്ളൂ. അങ്ങനെ എൻ്റെ എല്ലാ ആശയങ്ങളും അടിച്ചേൽപ്പിക്കുവാനായിട്ട് സ്വാതന്ത്ര്യം തീരെ കൊടുക്കാത്ത പേരൻസ് ഉണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അവരെ നമ്മൾ ഡിസിപ്ലിനെ വളർത്താൻ സാധിക്കും. പക്ഷേ എപ്പോഴും അവർ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമ്പോൾ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് ലഭിച്ച കുട്ടിയാണെങ്കിൽ ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുകയും തെറ്റായ മാർഗത്തിലൂടെ പോകാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് അതത്ര നല്ല കാര്യമല്ല. രണ്ടാമതൊരെണ്ണമുണ്ട് പെർമിസീവ് പേരൻറ്റിങ്. കുട്ടി എന്ത് ചോദിച്ചാലും പെർമിഷൻ കൊടുക്കും, എന്ത് ചോദിച്ചാലും നേടിക്കൊടുക്കും. കടം മേടിച്ചാണെങ്കിലും അത് സാധനങ്ങളാകട്ടെ സൗകര്യങ്ങളാകട്ടെ കുട്ടി എന്ത് ചോദിച്ചാലും അതെല്ലാം നേടിക്കൊടുക്കുക. ചിലപ്പോൾ 1 ഉള്ളൂ 2 ഉള്ളൂ നേടിക്കൊടുക്കാൻ സാധിക്കും. അതും വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഇങ്ങനെ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, ഒരു സംശയവുമില്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് പല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അപ്പോഴാണ് ആ പ്രശ്നമുണ്ടാകുന്നത്, അവരാകപ്പാടെ അപ്സെറ്റായിട്ട് പോകുന്നത്. അതുകൊണ്ട് ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ എല്ലാം കൊടുക്കുകയല്ല, എല്ലാ പെർമിഷനും കൊടുക്കുകയല്ല, കുട്ടിക്ക് ആവശ്യമായത് മാത്രം ചെറുപ്പത്തിൽ തൊട്ട് നോ പറയാനായിട്ട് കുട്ടിയെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുട്ടിക്ക് നിഷേധിക്കുവാൻ പഠിപ്പിക്കുകയും അതിനെ നേരിടാനായിട്ട് കുട്ടിക്കുള്ള പ്രാക്ടീസ് കൊടുക്കുകയും ചെയ്യണം. പെർമിസീവ് പേരൻറ്റിങ്ങും നമുക്ക് അത്ര ആശാസ്യകരമായ കാര്യമല്ല എന്ന് പറയുകയാണ്. ഇനി 3ാമതൊരെണ്ണമുണ്ട് നിഗ്ലക്റ്റീവ് പേരൻറ്റിങ് എന്നുള്ളത്. നിഗ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. ഓക്കെ, കുട്ടിയെ പലപ്പോഴും കൂടുതലും 2 പേരും ജോലിക്കാരാകുന്ന പേരൻസിന് പറ്റുന്നവരാണ്. കുട്ടിയെ അതിൻ്റെ വഴിക്ക് വിടുക, അതിന് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുക്കുക, അത് അതിൻ്റെ വഴിക്ക് വിട്ടോട്ടെ, അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ എന്ന് പറയാൻ സൗകര്യങ്ങളെ കൊടുത്തിരിക്കാം. അതും നമ്മളെ നിഗ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടിയെക്കുറിച്ച് അധികം നമ്മൾ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നിറങ്ങാത്തതും ശരിയല്ല. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലേക്ക് വരുമ്പോൾ അവരുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അവരെവിടെയെല്ലാം പോകുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ പറയുന്ന സത്യമാണോ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നിഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരാണെങ്കിൽ അവരുടെ ബാഗുകൾ നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. നമ്മളെപ്പോഴും നമ്മൾ കുട്ടികളെ വിശ്വസിക്കരുത്. അവരെപ്പോഴും നല്ലവരാണെന്ന് എപ്പോഴും വിചാരിക്കരുത്. നമ്മൾ ചുറ്റുപാടും തെറ്റുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കി കഴിയുന്നിടത്തോളം കുട്ടികളിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കുകയും ചെയ്യണം. ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നല്ല പേരൻറ്റിങ് ആയിട്ട് വരിക. ഇനിയുമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആശയങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പേരൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭാവിയിൽ എന്താകണം എന്നുള്ളത് പലപ്പോഴും പേരൻസ് അടിച്ചേൽപ്പിച്ച് ഡോക്ടറാകണം, എൻജിനീയർ ആകണം. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കുട്ടികളുടെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് അവരെ ഒരു ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം, ഒരു ചെറിയ കഥയാണ്. ഒരിക്കൽ, കഥയല്ല സംഭവം തന്നെയാണ്. ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തായിട്ട് തീരണം? പലരും പല കാര്യങ്ങൾ പറഞ്ഞു. എൻജിനീയർ ആകണം, ഡോക്ടറാകണം, വക്കീലാകണം, അങ്ങനെ എല്ലാം പല ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു കുട്ടി മാത്രം വ്യത്യസ്തമായൊരു ഉത്തരം പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ ഇപ്രകാരമാണ്, എനിക്കൊരു കുതിരക്കാരനാകണം. എന്താണെന്നല്ല, ആ കുട്ടിയുടെ ആഗ്രഹം, ഒരു ആൺകുട്ടിയാണ്. അവൻ പറയാം, എനിക്കൊരു കുതിരക്കാരനാകണം. വീണ്ടും ടീച്ചർ ചോദിക്കുക, നീ പറഞ്ഞത് ശരി തന്നെയാണ്, എടാ ഒന്നുകൂടെ പറഞ്ഞത്, ഞാൻ എന്താകണമെന്നാണ് പറഞ്ഞത്? കുതിരക്കാരനാകണം.
അപ്പോൾ ടീച്ചർ അവനെ കളിയായിക്കൊണ്ട് പറയുകയാണ്, എന്നാൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, നിനക്ക് വീട്ടിൽ പോയിക്കൂടെ, സ്കൂളിൽ വന്നിരിക്കേണ്ട കാര്യമില്ല. അവനെ കളിയാക്കുകയാണ്, കുതിരക്കാരനാണ്, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവനെ വിഷമമായി. പക്ഷേ അവന് ആ ചിന്ത തന്നെ കൊണ്ടുപോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവന് ഭയങ്കര സങ്കടം. ടീച്ചർ എന്നെ കളിയാക്കി വിട്ടു, കൂട്ടുകാരെന്നെ കളിയാക്കി. അമ്മ അവനോട് ചോദിച്ചു, മോനെ നീ എന്തിനാ അങ്ങ് വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ സ്കൂളിൽ വെച്ച് ക്ലാസ്സിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എനിക്കൊരു കുതിരക്കാരനാകണമെന്നാണ്. അമ്മയ്ക്ക് അത് വിചിത്രമായിട്ട് തോന്നി. അമ്മയെ ഒന്നുകൂടെ ചോദിച്ചു, അത് തന്നെയാണോ നീ പറഞ്ഞത്, എന്താ നീ കുതിരക്കാരനാകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് അവനോട് വീണ്ടും ചോദിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാകണം. അപ്പോൾ അമ്മ എന്താ ചെയ്തത്? സാർ നമ്മളെന്താ ചെയ്യുന്നത്? അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ, വല്ല സമ്പാദിക്കാൻ പറ്റുമോ, നിൻ്റെ ഭാവി മുരടിച്ച് പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവനെ നിരുത്സാഹപ്പെടുത്തുമായിരിക്കും സാധാരണ മാതാപിതാക്കൾ ചെയ്യുന്നത്. എന്നാൽ ഈ അമ്മ എന്താ ചെയ്തത്? അവനെ കൈക്ക് പിടിച്ച് ആ വീട്ടിൽ, ഹിന്ദു വീടാണ്, ഒരു പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ആ മുറിയിൽ കാണിച്ചിട്ട് ഒരു ചിത്രം കാണിച്ചു. നീ കുതിരക്കാരനായിക്കോ, കുതിരക്കാരനാണെങ്കിൽ ദേ ഇതുപോലത്തെ കുതിരക്കാരനാകണം. ആരെ ചൂണ്ടിയാണ് കാണിച്ചെന്നറിയാവോ? ശ്രീകൃഷ്ണനെ ചൂണ്ടിയാണ് കാണിച്ചത്. ശ്രീകൃഷ്ണൻ ആരാണ്? പാണ്ഡവന്മാരുടെ, പ്രത്യേകിച്ച് അർജുനൻ്റെ തേരാളിയാണ്, അർജുനൻ്റെ കുതിരക്കാരനാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണനാണ് അവരെല്ലാം നിയന്ത്രിച്ചുകൊണ്ടും അല്ലെങ്കിൽ നേതൃത്വം നടത്തുകൊണ്ടും പോയത്. ഈ രീതിയിൽ അതുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്, അവൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് എന്നാൽ അതിൻ്റെ തലത്തിൽ അവനെ ഉപരിതലത്തിലേക്ക് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് കഥയല്ലെന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടി ആരായിരുന്നു പറയാവോ? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ്. അവൻ പിന്നീട് കുതിരക്കാരനായിട്ട് തീർന്നില്ല എന്നുള്ള വേറെ സത്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ അവരുടെ ടേസ്റ്റ് അറിഞ്ഞ് അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ നേടുവാൻ നമുക്ക് സാധിക്കും. ഇനി അവസാനമായിട്ട് 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതും എൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ സ്കൂളിലാകട്ടെ ചുറ്റുപാടിലാകട്ടെ ഒത്തിരിയേറെ അപകടങ്ങൾ പതിയിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിന് അപകടങ്ങൾ പതിയിരിക്കുന്ന കാലഘട്ടമാണ്. അതും പണ്ടെന്നതിനേക്കാളും അധികമായിട്ട് ഇന്നുണ്ട്. എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. വർഗീയതയൊന്നും അല്ല, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ അനിയൻ്റെ കൊച്ച്, ഞാൻ +1 പഠിച്ച കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടിയുടെ തന്നെ അനുഭവമാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയൂർ അടുത്തുള്ള അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി, വേറെ മതത്തിൽപ്പെട്ടൊരു കുട്ടി, കൂട്ടുകാരിയുണ്ട്, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ആ കുട്ടി ഒരു ദിവസം എൻ്റെ അനിയൻ്റെ കൊച്ചിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് വിശ്വാസമായി ഫോളോ ചെയ്യുന്നത്? നിങ്ങളുടെ മാതാവ് അതൊരു വൃത്തികെട്ട സ്ത്രീ അല്ലേ? ആ സ്ത്രീ പിഴച്ച് പെറ്റതല്ലേ, അല്ലെങ്കിൽ ആ പിഴച്ചല്ലേ കുഞ്ഞിന് ജന്മം കൊടുത്ത്? ലിറ്ററലായിട്ട് അടുത്തിരുന്ന കുട്ടി എൻ്റെ അനിയൻ്റെ കൊച്ചിനോട് ചോദിച്ചതാണ്. ആ കൊച്ച് ഞാൻ അവധിക്ക് വന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അത് ബൈബിൾ പഠിക്കാത്ത ക്രിസ്ത്യനല്ല, ഞാൻ ഏത് മതമൊന്നും പറയുന്നില്ല, ആ കുട്ടി ചോദിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടിയെ അതുപോലെ മുതിർന്നവർ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കണം, ആ കുട്ടിയുടെ ക്രൈസ്തവ വിശ്വാസം തകർക്കണം എന്ന് ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ ആ എൻ്റെ അനിയൻ്റെ കൊച്ച് വേറൊരു കുട്ടിയോട് പറഞ്ഞ വേറൊരു കാര്യം, നിൻ്റെ കഴുത്തിലെ കൊന്ത എടുത്ത് മാറ്റുകയാണെങ്കിൽ ഞാൻ നിന്നോട് കൂട്ടുകൂടാം. നല്ല പഠിക്കുന്നൊരു കുട്ടിയാണ് പറഞ്ഞത്, എല്ലാവരും സൗഹൃദമുള്ള കുട്ടിയാണ്. വെറുതെ പറഞ്ഞതല്ല, ഭാവനയെന്ന് പറഞ്ഞതല്ല, യഥാർത്ഥത്തിലുണ്ടായ കാര്യമാണ്. അപ്പോൾ ഈ കുട്ടി അനിയൻ്റെ കൊച്ചിനോട് പങ്കുവെച്ചപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ ഞാൻ കൂട്ടുകൂടിയാണെന്ന് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ബൈബിളിലെ കാര്യങ്ങൾ വല്ലതും പറയാനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കൊച്ചിന് അറിയത്തില്ല, അതിന് മറുപടി പറയാൻ അറിയത്തില്ല. അറിയാവോ? ഇല്ല, 7ാം ക്ലാസ് കുട്ടി അറിയത്തില്ല. അപ്പോൾ അവൻ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ഇത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന മാതാവ് ഇത്ര വൃത്തിയുടെ സ്ത്രീയാണ് എന്നുള്ളത് ആ കൊച്ചിൻ്റെ മനസ്സിലേക്ക് പതിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു കൊടുത്ത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ബൈബിളിലെ കാര്യങ്ങൾ മതങ്ങളെ കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, പഠിക്കുന്ന കാര്യം മാത്രം ചർച്ച ചെയ്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സംസാരിച്ചാൽ മതി. മതത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ആ കൂട്ടുകാരിയുടെ മതത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ വരുന്നില്ല, എൻ്റെ മതത്തിൻ്റെ കാര്യങ്ങളും പറയണ്ട, നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ഇത് പറയാനായിട്ട് കാരണം ഇതുപോലെയുള്ള ടാർഗറ്റഡ് അജണ്ട ഇന്ന് തീർച്ചയായിട്ടും നടപ്പിലാകുന്നുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വളരെ തെളിവുകൾ പല സ്ഥലത്തുനിന്നും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുക. അവരേത് മേഖലയിലേക്ക് പോയാലും അവരുടെ വിശ്വാസത്തിൻ്റെ ആ തീപ്പന്തം ജ്വലിച്ച് തന്നെ നിൽക്കുന്നുണ്ട്, അത് കെടുത്തിക്കളയപ്പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഉറപ്പാക്കുവാനുള്ള കടമ
കർത്താവ് നമുക്ക് ഏൽപ്പിച്ച് തന്ന നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്കുണ്ട്. ചാവറ പിതാവ് പറഞ്ഞൊരു കാര്യം കൂടി, ചാവറയച്ചൻ ഞങ്ങളുടെ സ്ഥാപക പിതാവാണ്, പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്ന, നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യസ്ഥരാണ്. ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്ന ദാനങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. നാളാഗമത്തിൽ അച്ഛൻ്റെ ആ എഴുത്തുകൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുൻപിൽ നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വയ്ക്കുക. ഒത്തിരി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളൊക്കെ കാണാൻ നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രയോജനമെന്ന് പറയാൻ കാണുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളഞ്ഞേക്കുക. ഏതായാലും നമുക്ക് ഇങ്ങോട്ട് കടന്നു വരുവാൻ എനിക്കൊരു ദൈവ പദ്ധതിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മുടെ മണ്ണഞ്ചേരി ഇടവകയിലേക്ക് കടന്നു വരുവാനും നിങ്ങളെ കാണുവാനും ഈ കുടുംബദിനത്തിൽ, ഇടവക ദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനും എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു, വികാരിയച്ഛന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. വിവാഹത്തിൻ്റെ 25ഉം 50ഉം വാർഷികം ആഘോഷിക്കുക എന്നത് നമ്മുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമേറിയ കാര്യമാണ്. വിവാഹത്തിൻ്റെ 25ാം വർഷം ആഘോഷിക്കുന്നവരെ ഉപഹാരം നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഷാജി എണക്കാട്ടച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിവാഹത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന മ്യാലിൽ സൈബി ആനി ദമ്പതികളെ നാം ഇപ്പോൾ ആദരിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി സൈബി ആനി ദമ്പതികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കണ്ണാട്ടുമഠം സണ്ണിച്ചൻ കൊച്ചുമോൾ ദമ്പതികളെ ആദരിക്കുന്നു. കണ്ണാട്ടുമഠം സണ്ണിച്ചൻ കൊച്ചുമോൾ ദമ്പതികളെ ആദരിക്കുന്നു. തയ്യൽച്ചിറ ആന്റണി അന്നമ്മ ദമ്പതികളെ ആദരിക്കുന്നു. തയ്യൽച്ചിറ ആന്റണി അന്നമ്മ ദമ്പതികളെ ആദരിക്കുന്നു. പരുമൂട്ടിൽ സജു ഷിജി ദമ്പതികളെ ആദരിക്കുന്നു. പരുമൂട്ടിൽ സജു ഷിജി ദമ്പതികളെ ആദരിക്കുന്നു. പറത്തറ വർഗീ